ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് വന്നിട്ട് ചാരിയറ്റാണ്. അപ്പോൾ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, അതായത് നിങ്ങൾ നടക്കുന്ന ഒരു പ്രതീക്ഷയും വെക്കാത്ത ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. അത് ഒരു വിൽ പവർ കൊണ്ട് മാത്രം മുന്നോട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് 8 ഓഫ് കപ്സ് ആണ്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നടക്കാതെ പോയ ഒരു കാര്യമായിരിക്കും. നിങ്ങളിനി ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആ കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് ഒരു 8 ഓഫ് കപ്സ് ആണ്. അതായത് ഇമോഷണലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമെന്നാണ് കാണുന്നത്. ഒരു ലെറ്റിംഗ് ഗോയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതൊരു റോങ് ചോയ്സ് ആയിരുന്നോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഡിസപ്പോയിൻറ്റഡ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നിങ്ങളതിൽ ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് എന്ത് തന്നെയായാലും അതൊരു ജോബ് ഓഫർ ആയിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു സാഹചര്യം ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തിരിച്ചത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനോടൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ അത് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ അതൊരു റോങ് ചോയ്സ് ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്നെസ്സിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ വേണോ വേണ്ടോ എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മുൻപ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് സ്വീകരിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഹെൽപ്പ് ചെയ്തിരുന്ന ആളുകളെ നിങ്ങൾക്ക് തിരിച്ച് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഇങ്ങോട്ട് നിങ്ങളെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുകളെ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും പൈസ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചധികം പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതും നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു റെവലേഷൻ വരുന്നതായിരിക്കും, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരോടല്ല, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കല്ല ഞാൻ ഒന്നും കൊടുക്കേണ്ടത്, ഇവരല്ല ശരിക്കുള്ള അവകാശികൾ, മറ്റാരുമാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നു എന്നാണ്. കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ല, അപ്പോൾ മാറ്റി ചിന്തിക്കുന്നു, മാറി ഇപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തിക്കുന്നു, അവിടെ വേറൊരു രീതി പ്രവർത്തിക്കുന്നു എന്നാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് മാറി ചിന്തിക്കുന്നു എന്നാണ്. അപ്പോൾ കിങ് ഓഫ് വാണ്ട്സും പറയുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായിരിക്കാം. പുതിയൊരു മേഖലയിലേക്ക് നിങ്ങളുടെ ചുവട് മാറ്റുന്നതായിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേറൊരു പാഷനിലേക്ക് പോകുന്നതോ, ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എൻ്റെപ്പായി പോയിട്ടുള്ളതാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും കിങ് ഓഫ് വാണ്ട്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാം, കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2026 തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇന്നലത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യലിയൊക്കെ വളരെ എൻറിച്ച്മെൻറ്റ് കിട്ടുന്ന ഒരു വർഷമാണ്. ഇമോഷണലി കുറച്ച് സ്റ്റേബിൾ ആകും, സ്പിരിച്വലി നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന വർഷമാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മമേഖല നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷനിലോട്ടൊക്കെ പോകാനും സാധ്യതയുണ്ട്. കൂടുതൽ പേർക്ക് ഒരു ഹീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ, ഹീലിംഗ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ, അതും അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ
കൗൺസിലിംഗ് പോലുള്ള മേഖലകളിലേക്കൊക്കെ മാറുക. അങ്ങനെയുള്ള മേഖലകളിലേക്ക് നിങ്ങൾ ഈ വർഷം മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ 10 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് വിവിധ സോഴ്സുകളിൽ നിന്ന് പണം കിട്ടുക എന്നാണ്. അതുപോലെ ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. പിന്നെ ഫാമിലി ലൈഫിൽ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവിടെ കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം. ദെൻ 5 ഓഫ് കപ്സ്, ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ നഷ്ടം വരിക, ഒരുപാട് പണം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അത് ഒരു പാർട്ടിലാണ്. ദെൻ പറയുന്നത് 5 ഓഫ് കപ്സും 10 ഓഫ് പെന്റക്കിൾസും അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം പൈസ സ്പെൻഡ് ചെയ്യുന്നതാണ്. കുറച്ചധികം പൈസ സ്പെൻഡ് ചെയ്യുക, ആ പൈസ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവനെ സിംഗിൾ പെന്നി, ഒരു ഏറ്റവും ഒരു ലീസ്റ്റ് എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ പോലും നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ ഒരു എഫേർട്ട് ഇല്ലാതെ 1 രൂപ പോലും നമ്മുടെ വീട്ടിൽ വരത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ 1 രൂപ, നമ്മുടെ മുറ്റത്തെങ്കിലും 1 രൂപ കിടക്കുവാണെങ്കിൽ അതിനർത്ഥം ആ 1 രൂപ ആരുടെയെങ്കിലും പ്രയത്നഫലമായിട്ട് ആ വീട്ടിൽ വന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ദാനം തന്നതായിരിക്കും. അല്ലാതെ വേറെ എങ്ങും ഒരു പൈസ വീട്ടിൽ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ പണത്തിന് അതിൻ്റേതായ മൂല്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അയ്യോ അത് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് പൈസ നിങ്ങൾ ചിലവ് ചെയ്യുമ്പോഴും വേണോ വേണ്ടയോ, ഇപ്പോൾ അത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചിലവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5 ഓഫ് കപ്സ് ഒരു നഷ്ടബോധത്തിലിരിക്കുന്നു എന്നാണ്. ഫിനാൻഷ്യലി നഷ്ടം വന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുടെ എന്തെങ്കിലും ഒരു ചീത്ത വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെക്കുറിച്ചൊരു സാഡായിട്ടുള്ളൊരു വാർത്ത കേൾക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നല്ല ഭാഗ്യമുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസിഷൻ പീരീഡിൽ കൂടെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഒരു ഫോർച്യൂണിൻ്റെ, അതായത് ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട്, പെട്ടെന്നൊരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു നേട്ടം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പറയുന്നത്. ദെൻ ദ സ്റ്റാർ കാർഡാണ്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. ചിലപ്പം ഇപ്പോൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു വർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കാം, ഈ വർഷം എനിക്ക് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച വർഷമാണ് ഈ വർഷം. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ എനിക്ക് കിട്ടും, എനിക്കിത് കിട്ടും, അത് കിട്ടും, എന്തെല്ലാം നിങ്ങളുടെ ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കുന്ന വർഷമാണ് ഈ വർഷം എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അത് തന്നെയാണ് നമ്മുടെ ചിന്ത, തന്നെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ. എത്ര കൂടുതൽ ഒരു കാര്യം ചിന്തിക്കുന്നോ അത്ര കൂടുതൽ അത് നടക്കും. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു കാർഡായിട്ടാണ് കാണുന്നത്. അതുപോലെ ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അപ്പോൾ ഒരു ബേബി നിങ്ങളുടെ വീട്ടിലേക്ക്, ഒരു ബേബിയുടെ എൻട്രി, ചിലപ്പോൾ ബേബിയായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ബേബി വരുന്നു എന്നുള്ള വാർത്ത അറിയുന്നതായിരിക്കാം. ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൾട്ടിവേഷനൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ, കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ സാധ്യതയുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട്. ദെൻ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് അതിൽ നിന്നുള്ള പണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോവുക, പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ഗൈഡൻസ് എടുക്കുക. ഇത് ഗൈഡൻസിൻ്റെ കാർഡാണ് 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് പോവുക. ഹോസ്പിറ്റലിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ മികച്ച ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് പോകുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാവാം. നിങ്ങൾ സാധാരണ കൺസൾട്ടേഷന് നിങ്ങൾ പോകുന്ന ആളുകളിൽ നിന്ന് മാറിയിട്ട് മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുന്നതാവാം. ആ കൺസൾട്ടേഷൻ സൈക്കോളജിക്കലാവാം, സ്പിരിച്വൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം. അങ്ങനെയുള്ളൊരു കാർഡാണ് 3 ഓഫ് പെന്റക്കിൾസ്. ഇത് നിങ്ങളുടെ മേഖലയിലുള്ള ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുക, ഒരു ടീമായിട്ട് പ്രവർത്തിക്കുക, ഒരു കൊളാബറേഷൻ നടത്തുക, അതൊക്കെയാണ് 3 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. വർക്ക് പ്ലേസിൽ വളരെ ഹാപ്പി ആയിരിക്കും. അതായത് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ ഹാപ്പി ആയിട്ടും ടീമായിട്ടും വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു കൂടിച്ചേരലിൻ്റെ കാർഡാണ് 3 ഓഫ് പെന്റക്കിൾസ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ ചാരിയറ്റ് ഒരു യാത്രയുടെ കാർഡുണ്ട്. നിങ്ങളിലേക്ക് ആരോ വരുന്നു എന്നാണ്. നിങ്ങൾ വളരെ കാത്തിരുന്ന, വളരെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഫാമിലി റിയൂണിയൻ്റെ കാർഡ് പോലാണ്. അപ്പോൾ ഒരു ഫാമിലി പോലുള്ള ആളുകൾ തമ്മിലുള്ള യൂണിയൻ ആവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ലക്കി ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. പിന്നെ പണം ധാരാളമായിട്ട് വരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് 3 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തെ കൂടിച്ചേരലാവാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്ന, കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് കൂടുതൽ ടീമായിട്ട് പ്രവർത്തിക്കുന്നതാവാം. ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങളെ വളരെ സ്ട്രോങ് ആക്കുന്ന ഒരു സാഹചര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് എല്ലാം ഡെവലപ്പ് ആവുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ എന്തൊക്കെയോ ലാക്ക് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇല്ലാതിരുന്ന കുറച്ച് ക്വാളിറ്റീസൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷത, നിങ്ങൾക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ മാറി പുതിയൊരു മേഖലയിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഈ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാർഡാണ് കേട്ടോ. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് നടത്തുക, പഠനത്തിൻ്റെ തുടർ പഠനം നടത്തുക, കൂടുതൽ മികച്ച ആളുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നൊക്കെയാണ് ഈ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്, ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് അൺലൈക്ക്ലി. ഇത് അസാധാരണമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്കൊരു അസാധാരണമായ പവർ, ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ചില ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കുള്ള പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ചിലർക്കുള്ള അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചില സ്മെല്ലുകളായിരിക്കാം, ചില ടച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് 2 ദിവസം കൊണ്ട് സെയിം കാർഡ് റെപ്പറ്റീഷനാണ്. ദെൻ ഇഫ് യു ബിലീവ് ആണ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ദെൻ ഒരു യെസ് ആണ്. അപ്പോൾ വളരെ ഏഞ്ചൽസ് എല്ലാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലെ ഒരു അച്ചീവ്മെൻ്റ് ആണത്. വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഒരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ കാർമിക് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നതായിരിക്കാം, അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നതാവാം. കാർമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാവാം. ചിലപ്പോൾ ചില ആളുകളോട് ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതാവാം. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇന്ന് കാർമിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ്. ഓക്കെ, കാർമിക് പേഴ്സൺസിനെ കണ്ടെത്തുന്നതാവാം, കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം പറയുന്നതാവാം, കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അത് തന്നെയാണ് ഏഞ്ചൽസ് ഗൈഡൻസിലും പറഞ്ഞത്. ഇഫ് യു ബിലീവും അൺലൈക്ക്ലി, അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂണും അൺലൈക്ക്ലിയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അപൂർവമായിട്ട് അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ളൊരു കാര്യം ലൈഫിൽ സംഭവിക്കുന്നു എന്നാണ്. ഇനി ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഡിസെപ്ഷനാണ്, ചീറ്റിംഗ് ആണ്. സമൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് അവിടെ ഒരു ചീറ്റിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളല്ല ചീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടി ചേർന്നൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ദെൻ ഫ്രീ യുവർ സെൽഫാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളെ ഫ്രീ ആക്കി വിടാനാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സിലിരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ നിങ്ങളുടേതായ ഓൺ റെവലേഷൻ നടത്തുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ഒന്ന് എക്സിബിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്ത് വെക്കാതിരിക്കുക, സ്വന്തമായിട്ടുള്ള സെൽഫ് കാണിക്കുക, ഫോൾസ് ഫേസ് കാണിക്കാതിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഇഷ്ടമുള്ളവർ ഹൈപ്പും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.